ഹലോ ഫ്രണ്ട്സ്, നാം ഇവരും കാത്തിരുന്ന ആ നിർണായക മുഹൂർത്തത്തിലേക്ക് എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. നന്ദനെ അർച്ചന ഹരിഹറിന്റെ തടങ്കലിൽ നിന്ന് രക്ഷപ്പെടുത്തി. സന്ധ്യ ഡോക്ടറുടെയും ഡ്രൈവർ പ്രദീപിന്റെയും അവസരോചിതമായ ഇടപെടലാൽ കൃത്യമായി തന്നെ നന്ദനെ ഹരിഹറിന്റെ വീട്ടിൽ നിന്ന് തിരികെ തങ്ങളുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ അർച്ചനയ്ക്ക് സാധിക്കുന്നു. ഹരിഹറിന്റെ അരികിൽ നിന്ന് അവിടുന്ന് സുരക്ഷിതമായി നന്ദനെ പുറത്തിറക്കിയതിനു ശേഷം കാറിൽ കയറ്റി അർച്ചനയും സംഘവും അവിടുന്ന് പുറപ്പെടുന്ന സമയത്ത് കാറിന്റെ ശബ്ദം കേട്ടുകൊണ്ട് വീട്ടിലേക്ക് വന്നു കയറിയ ഹരിഹരൻ വേഗം വാതുക്കലേക്ക് ഓടിയെത്തുന്നു. അവിടെ എത്തിയതിനു ശേഷം അവിടെ നിന്ന് ഒരു കാറ് പോകുന്നത് കണ്ടതോടെ ഹരിഹരന് ആകെ സംശയമായി. തന്റെ വീടിന് മുന്നിൽ നിന്ന് ഈ കാർ എങ്ങനെ പോയി, അതും ആരായിരിക്കും വന്നത് എന്ന സംശയം ഹരിഹരന്റെ മനസ്സിനെ അലട്ടി. ഉടനെ തന്നെ ഹരിഹരൻ വേഗം തന്നെ റൂമിലേക്ക് ഓടിച്ചെല്ലുന്നു. നന്ദനെ താൻ തടങ്കലിലാക്കിയിരുന്ന ആ റൂമിന് അരികിലേക്ക് എത്തിയ ഹരിഹരൻ അവിടെ നന്ദനെ പൂട്ടിയിട്ടിരുന്ന റൂം തുറന്നു കിടക്കുന്നതായി കണ്ടു. അതോടെ അവിടെ നിന്ന് രക്ഷപ്പെട്ടത് നന്ദനാണെന്നുള്ള കാര്യം മനസ്സിലാക്കി. ഇനി ആരായിരിക്കും നന്ദനെ അവിടുന്ന് രക്ഷിച്ചത് എന്നതായിരുന്നു ഹരിഹരന്റെ അടുത്ത ആലോചന. കൃത്യസമയത്ത് തന്നെ ഇവിടെ വന്ന് അതും തന്റെ വീട് കണ്ടെത്തി ഇതുപോലെ അവനെ രക്ഷിച്ചുകൊണ്ട് പോകാൻ ആരാണ് അവന്റെ ഒപ്പമുള്ളത് എന്നതിനെ കുറിച്ച് സംശയത്തോടെ ഹരിഹരൻ ആലോചിച്ചു. സമയം കളയാതെ ഉടനെ തന്നെ ഹരിഹരൻ അവന്തികയുടെ ഫോണിലേക്ക് വിളിക്കണം. അവന്തിക ആ സമയത്ത് അവിടെ എത്തിയ അർച്ചനയുടെ അച്ഛനമ്മമാരെ അപമാനിച്ച് പറഞ്ഞയക്കുന്നതിനുള്ള തിടുക്കത്തിലായിരുന്നു അവന്തിക. അതുകൊണ്ട് തന്നെ ഹരിഹരന്റെ ഫോൺ കോൾ തൽക്കാലം അവന്തിക കാണാതെ പോകുന്നു. ഈ സമയത്ത് അനഘയും അവന്തികയും ചേർന്ന് വീട്ടിലെത്തിയ അർച്ചനയുടെ അച്ഛനമ്മമാരെ എങ്ങനെ അവിടെ നിന്ന് നാണം കെടുത്തി വിടണം എന്നതിനെ കുറിച്ച് പദ്ധതി ആലോചിച്ചു നിൽക്കുമ്പോ അവിടെ പുറത്തുപോയ സേതുമാധവൻ തിരികെ വീട്ടിലേക്ക് മടങ്ങിയെത്തുന്നു. സേതുമാധവനെ കൊണ്ട് തന്നെ അവരെ ഈ വീട്ടിൽ നിന്ന് താൻ അടിച്ച് പുറത്താക്കുമെന്ന അവന്തിക അനഘയ്ക്ക് വാക്ക് നൽകിയത്. അതുകൊണ്ട് തന്നെ അനഘ അതിനു വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്താനായി ഒരുങ്ങി. സേതുമാധവൻ വീട്ടിലേക്ക് വന്നു കയറിയതും അവിടെ ഇരിക്കുന്ന ദയാനന്ദ മാഷിനെയും കമലെടുത്തിയെയും കണ്ടതോടെ സേതുമാധവൻ വളരെ സ്നേഹത്തോടെ അവരോട് സംസാരിച്ചു. ഇവിടേക്ക് ഉള്ള വഴിയൊക്കെ നിങ്ങൾ മറന്നുപോയെന്നാണ് ഞാൻ കരുതിയത്. ആതിരയുടെ വിശേഷം അന്വേഷിക്കാൻ എത്തിയതായിരിക്കും അല്ലെ? എന്തായാലും വലിയ സന്തോഷം. ഇതുപോലെ കുട്ടികളുടെ വിവരം അറിയാനായി നിങ്ങൾ തീർച്ചയായിട്ടും വരണമെന്നും, പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്നും. മാത്രമല്ല ആതിരയ്ക്കിപ്പോ അന്നത്തെ ആ പ്രശ്നത്തിന് ശേഷം വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ എല്ലാവരും വളരെ നന്നായി സൂക്ഷിക്കുന്നുണ്ട് എന്ന് സേതുമാധവൻ അറിയിച്ചു. എല്ലാം കേട്ടതിന് ശേഷം ദയാനന്ദ മാഷ് പറഞ്ഞു, ഞങ്ങൾ ഇന്ന് വന്നത് മോളെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് മാത്രം കരുതിയാണ്. കുറെ ദിവസമായല്ലോ മോളെ കണ്ടിട്ട്, വിശേഷങ്ങളും അറിയാം എന്ന് കരുതി ഇവിടേക്ക് മീര വന്നതുകൊണ്ട് ഇന്നും വിശേഷങ്ങൾ ഞങ്ങൾ അറിയുന്നുണ്ട്. എങ്കിലും മോളെ കാണാനുള്ള മോഹം കമലയ്ക്ക് വല്ലാതെയായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ വന്നത് എന്ന് ദയാനന്ദ മാഷ് അറിയിച്ചു. അത് കേട്ട ഉടനെ അവന്തിക വന്ന് അരികിലേക്ക് നിന്ന് പറഞ്ഞു, അച്ഛാ, ഇവര് വന്നപ്പോൾ തന്നെ ഇവരോട് ഞാൻ മര്യാദയ്ക്ക് കാര്യങ്ങൾ പറഞ്ഞതായിരുന്നു. ഇവരുടെ മക്കൾ രണ്ടുപേരും ഈ കുടുംബത്തോട് കാട്ടിക്കൂട്ടിയ വൃത്തികേടുകളെ കുറിച്ച് നമുക്കങ്ങനെ മറക്കാൻ കഴിയില്ലല്ലോ അച്ഛാ. പ്രത്യേകിച്ച് മൂത്ത മകളായ അർച്ചന ഈ കുടുംബത്തോട് കാണിച്ച ദ്രോഹം. അതുകൊണ്ടാണല്ലോ നമ്മളെല്ലാവരും ഇതുപോലെ നാണം കെട്ട് നിൽക്കേണ്ടി വരുന്നതും, സമൂഹത്തിന് മുന്നിൽ നമുക്ക് അപമാനിതരാകേണ്ടി വന്നതും. വീണ്ടും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പദ്ധതി പ്ലാൻ ചെയ്താണോ ഇവരിവിടേക്ക് വന്നതെന്ന് പോലും എനിക്ക് സംശയമുണ്ട് അച്ഛാ. അത് മാത്രമല്ല, അച്ഛന്റെ മനസ്സിന് വിഷമം ഉണ്ടാക്കുന്ന രീതിയിൽ ഒന്നും ഇവിടെ നടക്കരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഇവരിവിടെ വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞതാണ് ആതിരയെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ ഇവരോട് പോകാൻ. പക്ഷേ ആ സമയത്ത് സച്ചി ഇവരെ നിർബന്ധപൂർവ്വം ഇവിടെ പിടിച്ചു നിർത്തിയതാണ് എന്ന് അവന്തിക അറിയിച്ചു. അപ്പോഴേക്കും സച്ചിയും അവിടേക്ക് എത്തി. ഉടനെ തന്നെ സച്ചി വന്ന് പറഞ്ഞു, അച്ഛാ, ഞാൻ അമ്മയും അച്ഛനെയും വിളിച്ചത് എന്ന് പറഞ്ഞതും സേതുമാധവൻ ദേഷ്യത്തോടെ പറഞ്ഞു, സച്ചി വേണ്ട, ഇനി നിന്റെ കൂടുതൽ വിശദീകരണമൊന്നും എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല. ആ വാക്ക് കേട്ടതോടെ ആകെ വിഷമത്തിലായി ദയാനന്ദ മാഷും കമലെടുത്തിയും. ഉടനെ തന്നെ അവന്തിക പറഞ്ഞു, അച്ഛാ, ഞാൻ കുറച്ചു മുമ്പ് ഇവരോട് പറഞ്ഞതായിരുന്നു എന്ന് പറഞ്ഞ് കമലെടുത്തിയും ദയാനന്ദ മാഷും സന്ദീപിനോട് മാധുരിയോടും സംസാരിച്ച് വീട്ടിലേക്ക് കയറി വന്നപ്പോ ആ ഗസ്റ്റ് റൂമിൽ ഇരുന്നുകൊണ്ട് അവർ സംസാരിക്കുന്നതെല്ലാം കണ്ട് അവിടേക്ക് എത്തിയ അവന്തിക
എല്ലാവരെയും അപമാനിക്കുന്ന രീതിയിൽ. സന്ദീപേ, നിന്റെ ഭാര്യയുടെ അച്ഛനമ്മമാരൊക്കെ തന്നെയാണ് സംഭവിച്ചത്, നിന്റെ ബന്ധുക്കളുമാണ്. എന്നാൽ അച്ഛൻ പുറത്തു പോയിട്ട് മടങ്ങി വന്നു കഴിയുമ്പോ ഇവരെ ഇവിടെ കണ്ടാൽ ചിലപ്പോ ഇഷ്ടമായെന്ന് വരില്ല. അതുകൊണ്ട് എത്രയും വേഗം പറഞ്ഞു വിടാൻ ഞാൻ സന്ദീപിനെ ഓർമ്മപ്പെടുത്തിയതായിരുന്നു എന്ന് അവന്തിക സേതുമാധവനെ അറിയിക്കുന്നു. പക്ഷെ ആ സമയത്ത് കമലയെടുത്തി അവന്തികയെ നാണം കെടുത്തുന്ന രീതിയിൽ തന്നെ തക്കതായ മറുപടി സന്ദീപിനും ആദരിക്കുമായി നൽകി. അവരോട് കമലെടുത്തി പറഞ്ഞു, മക്കളെ, നിങ്ങൾക്ക് ഞങ്ങളെ കാണണമെന്ന് ആഗ്രഹം തോന്നുമ്പോ നിങ്ങൾക്ക് രണ്ടുപേർക്കും വൃന്ദാവനത്തിലേക്ക് വരാം. അവിടെ വന്ന് എത്ര ദിവസം വേണമെങ്കിലും കഴിയുകയും ചെയ്യാം. അവിടെ ഇതുപോലെ നിങ്ങളെ അപമാനിച്ച് പറഞ്ഞയക്കാനോ നിങ്ങളെ ഈ രീതിയിൽ വേദനിപ്പിക്കാനോ നിങ്ങളുടെ മനസ്സിനെ വേദനിക്കുന്ന കാര്യങ്ങൾ പറയാനോ ഒന്നും ആ വീട്ടിൽ ആരുമില്ല എന്ന് കമലെടുത്തി സന്ദീപിനോടും മാധുരിയോടും അറിയിച്ചു. ആ വാക്കുകൾ കേട്ട് അങ്ങനെ അവന്തിക നിൽക്കുമ്പോഴാണ് അവിടേക്ക് സേതുമാധവൻ എത്തിയത്. ഈ സമയത്ത് ഇക്കാര്യങ്ങൾ സേതുമാധവന്റെ മുന്നിൽ വെച്ച് അവന്തിക പറയുന്നു. അവന്തിക ആ പറയുന്നതെല്ലാം കേട്ട ഉടനെ തന്നെ സേതുമാധവൻ അവന്തികയോട് അറിയിച്ചു, അവന്തികയെ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. അതെ, ഈ വീട്ടിൽ എന്നെയും അവന്തികയും അനഘയും ഒക്കെ പോലെ തന്നെ ഈ കുടുംബത്ത് അവകാശവും അധികാരവും ഉള്ളവർ തന്നെയാണ് ഈ നിൽക്കുന്ന രണ്ടുപേരും. അതുകൊണ്ട് തന്നെ ഇവരെ ഇവിടെ നിന്ന് അപമാനിച്ച് പറഞ്ഞയക്കാനോ അവരുടെ മക്കളെ കാണാനായിട്ട് അവരിവിടേക്ക് വരുന്നത് വിലക്കാനോ നമുക്ക് ആർക്കും അതിനുള്ള അധികാരമില്ല. പിന്നെ ഈ കുടുംബത്തോട് ഒരിക്കലും തെറ്റുകൾ ചെയ്യില്ല എന്നും ഒരിക്കലും കുടുംബത്തെ തകർക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ ഒരാളുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല എന്ന വിശ്വാസത്തിലായിരുന്നു ഇത്രയും നാൾ നമ്മൾ നിന്നത്. എന്നാൽ നമ്മുടെ കുടുംബത്തെ തകർക്കുന്നത് പോലെ നമ്മുടെ കുടുംബത്തിനെ അപമാനിക്കുന്നത് പോലെയുള്ള പ്രവൃത്തികൾ ഈ കുടുംബത്ത് തന്നെ ഉണ്ടായിരുന്നവരാണ് ചെയ്തത്. അതുകൊണ്ട് ഇനി അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് സേതുമാധവൻ പറയുമ്പോ അവന്തികയുടെ വാക്കുകളെ ചേർത്തുകൊണ്ട് അവന്തിക പ്രതീക്ഷിച്ചതിലും അവന്തികയ്ക്ക് അനുകൂലമായി സേതുമാധവനെ കൊണ്ട് സംസാരിപ്പിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിൽ അവന്തിക അങ്ങനെ വാദവരാതെ സംസാരിച്ചത് വെറുതെയായ എന്ന ആ നിരാശാബോധത്തിലും സേതുമാധവന്റെ വാക്കുകൾ ശരിക്കും തനിക്കെതിരെയുള്ള ഒരു താക്കീതാണെന്ന് മനസ്സിലാക്കിയ അവന്തിക നിശബ്ദയായി അങ്ങനെ നിൽക്കുമ്പോൾ അവന്തികയെ പോലും ഞെട്ടിച്ചുകൊണ്ട് അവിടേക്ക് മറ്റൊരു സംഭവം നടക്കുന്നു. നെല്ലിശ്ശേരിയുടെ വീട്ടുമുറ്റത്തേക്ക് ഒരു കാറ് വന്നു നിന്നു. അതിൽ നിന്ന് നന്ദേട്ടൻ പുറത്തേക്ക് ഇറങ്ങി. നന്ദൻ തന്റെ നെല്ലിശ്ശേരി വീട് വീണ്ടും എല്ലാ സമാധാനത്തോടെയും സ്വാതന്ത്ര്യത്തോടെയും കണ്ടതിന്റെ സന്തോഷത്തിൽ നന്ദൻ ആ വീട്ടിലേക്ക് അങ്ങനെ ഉറ്റുനോക്കി. അപ്പോഴേക്കും പിന്നാലെ അർച്ചനയും സന്ധ്യാമേഡവും പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ സന്ധ്യാമേഡവും അർച്ചനയും കൂടി നന്ദേട്ടനോടൊപ്പം പുറത്തേക്ക് വന്നു. ഈ സമയത്ത് നന്ദൻ വളരെ സന്തോഷത്തോടെ വീട്ടിലേക്ക് കയറിയെത്തുന്നു. അവന്തികയും അനഘയും മുന്നിൽ നിൽക്കുമ്പോൾ നന്ദേട്ടന്റെ കൂടെ അർച്ചനയും സന്ധ്യ ഡോക്ടറും കൂടി നെല്ലിശ്ശേരി കുടുംബത്തേക്ക് കയറി വരുന്ന സമയത്ത് അച്ഛനും അപ്രതീക്ഷിതമായി അവിടെ അർച്ചനയുടെ അച്ഛനമ്മമാരും കൂടി ഉള്ളത് കൊണ്ട് എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുക എന്ന ആശ്ചര്യത്തിൽ എല്ലാവരും അങ്ങനെ ഉറ്റുനോക്കുമ്പോഴാണ് നന്ദൻ അവിടേക്ക് എത്തി അച്ഛ എന്ന് സേതുമാധവനെ നോക്കി വിളിച്ചത്. പെട്ടെന്ന് സേതുമാധവൻ തന്റെ മകന്റെ വിളി കേട്ടതിന്റെ സമാധാനത്തിലും സന്തോഷത്തിലും അപ്രതീക്ഷിതമായി തന്റെ അരികിലേക്ക് നന്ദൻ വന്നെത്തിയതിന്റെ അതിശയത്തിലും സേതുമാധവൻ മോനെ എന്ന് വിളിച്ചുകൊണ്ട് നന്ദനെ ഓടിച്ചെന്ന് ചേർത്ത് പിടിച്ചു. നന്ദൻ അച്ഛനെ കെട്ടിപ്പിടിച്ച് കരയുന്നു. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും തന്റെ മകനെ നഷ്ടപ്പെട്ടു പോയെന്ന് കരുതി, ഒരിക്കലും ഇനി തിരിച്ചു വരില്ല എന്ന് കരുതി വേദനിച്ചുകൊണ്ട് സങ്കടപ്പെട്ട് ജീവിച്ച സേതുമാധവന്റെ ജീവിതത്തിലേക്ക് സേതുമാധവൻ പോലും ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരിക്കലും ചിന്തിക്കാത്ത ആ ഒരു സന്ദർഭമാണ്, അത്രത്തോളം അവസ്മരണീയമായ ഒരു മുഹൂർത്തമായി തന്റെ മകൻ ദാ മടങ്ങിയെത്തിയിരിക്കുന്നു. അത് ദൈവങ്ങൾക്ക് തനിക്ക് താൻ ആരാധിക്കുന്ന എല്ലാ ദൈവങ്ങളോടും നന്ദി പറഞ്ഞുകൊണ്ട് സേതുമാധവൻ നന്ദനെ ചേർത്ത് പിടിച്ചു. അച്ഛ എന്ന് വിളിച്ച് സേതുമാധവന്റെ സ്നേഹത്തണിലേക്ക് ചേർന്ന് നന്ദൻ അങ്ങനെ നിൽക്കുമ്പോ അവിടേക്ക് സച്ചിയും സന്ദീപും എത്തി. അവർ ഇരുവരും ഏട്ടനെ കണ്ടതിന്റെ ആവേശത്തിൽ ഏട്ടാ എന്ന് വിളിച്ചുകൊണ്ട് അവരും അരികിലേക്ക് ഓടിയെത്തുന്നു. പിന്നാലെ സ്നേഹയും അവിടെ എത്തി. വലിയേട്ടനെ കണ്ട സന്തോഷത്തിൽ സ്നേഹയും അവർക്കൊപ്പം ചെന്ന് കെട്ടിപ്പിടിച്ചങ്ങനെ നിന്നു. ഈ കാഴ്ച കണ്ട് സേതുമാധവൻ സന്തോഷത്തോടെ എന്റെ പൊന്നുമോൻ മടങ്ങിയെത്തിയല്ലേ എന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കുമ്പോ അവന്തിക ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവം നടന്നതിന്റെ ഞെട്ടലിലായിരുന്നു. നന്ദൻ വന്നു എന്നറിഞ്ഞതിന്റെ സമാധാനത്തിൽ അനഘ പുഞ്ചിരിയോടെ നോക്കുമ്പോ ചേച്ചി ഇതേ നന്ദേട്ടൻ എന്ന് വലിയ ആവേശത്തോടെ അവന്തികയെ ചൂണ്ടിക്കാണിക്കുമ്പോ അവന്തിക നന്ദൻ എല്ലാ സത്യങ്ങളും എല്ലാവർക്കും മുന്നിൽ വിളിച്ചു പറയുമോ എന്ന ഭയത്തിൽ ആകെ നടുങ്ങി, ആകെ
ഭയന്ന് വിറങ്ങലിച്ചങ്ങനെ നിൽക്കുകയാണ് അവന്തിക. ആ നിമിഷം നന്ദൻ പെട്ടെന്ന് തന്റെ മുന്നിൽ നിൽക്കുന്ന തന്റെ പ്രിയപ്പെട്ട ഭാര്യ അവന്തികയെ നന്ദൻ കണ്ടു. ഉടനെ തന്നെ സേതുമാധവൻ പറഞ്ഞു, എടാ മോനെ, ഇത് കണ്ടോ, മോൾ ഇത്രയും വർഷക്കാലം നീ വരുമെന്നുള്ള പ്രതീക്ഷയിൽ കാത്തു നിൽക്കുകയായിരുന്നു. എന്തായാലും എന്റെ മോളുടെ പ്രാർത്ഥന ദൈവം കേട്ടു. ദാ എന്റെ പൊന്നുമോൻ മടങ്ങി എത്തി മോളെ, ഇനി എന്റെ മോൾക്ക് വിഷമിക്കണ്ടല്ലോ എന്ന് പറയുമ്പോ അതേ അച്ഛാ എന്ന് പറഞ്ഞ് മുഖത്ത് തന്റെ ഭർത്താവിനെ തിരികെ കിട്ടിയതിന്റെ സന്തോഷം, മറ്റുള്ളവരെ അങ്ങനെ ഒരു സന്തോഷം തനിക്കുണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നതിനായി മുഖത്ത് ചെറിയൊരു പുഞ്ചിരി വരുത്തി നിറഞ്ഞ കണ്ണുകളുമായിട്ട് അവന്തിക നന്ദൻ അരികിലേക്ക് എത്തുമ്പോൾ തന്റെ വീട്ടുകാരുടെ മുന്നിൽ ഇത്രയും നാൾ തകർത്ത് അഭിനയിച്ച് എല്ലാവരെയും വഞ്ചിച്ചും ചതിച്ചും മുന്നോട്ട് പോകുന്ന അവന്തികയുടെ യഥാർത്ഥ മുഖം പിച്ചി ചീന്താനുള്ള കലിയായിരുന്നു നന്ദന്റെ ആ മുഖത്ത്. നന്ദൻ അവന്തികയെ കലിയോടെ നോക്കുമ്പോ അവന്തിക, നന്ദേട്ടാ, എവിടെ ആയിരുന്നു ഇത്രയും നാളും? ഞാൻ നന്ദേട്ടൻ വരുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഇത്രയും നാൾ ഞാൻ ദൈവങ്ങളോട് കരഞ്ഞു പ്രാർത്ഥിച്ച് ജീവിച്ചത്. എന്തായാലും എന്റെ പ്രാർത്ഥന എന്റെ ഈശ്വരൻ കേട്ടു. നന്ദേട്ടനെ എനിക്ക് തിരികെ തന്നല്ലോ. നന്ദേട്ടാ വാ, എന്തൊക്കെയുണ്ട് നന്ദേട്ടന്റെ വിശേഷങ്ങൾ? എനിക്ക് എല്ലാം അറിയാൻ തിടുക്കമായി എന്ന് പറഞ്ഞ് അവന്തിക നന്ദനെ വിളിച്ചുകൊണ്ട് പോകാൻ ഒരുങ്ങുമ്പോഴേക്കും അർച്ചന അവന്തികയോട് പറഞ്ഞു, ഏട്ടത്തി ഒരു മിനിറ്റ്, നന്ദേട്ടൻ ഇപ്പൊ വന്നത് ചില കാര്യങ്ങൾ കൂടി പറയാനാണ്. അതിനുശേഷം എടതി നന്ദേട്ടനെ കൊണ്ടുപോയിക്കോ എന്നറിയിച്ചു. അത് കേട്ടതോടെ അർച്ചനയുടെ ആ വെല്ലുവിളി അത് തനിക്കെതിരെയുള്ള ഒരു വെല്ലുവിളിയായിട്ട് തന്നെ ഒന്ന് ഭയപ്പെടുത്താനായിട്ടുള്ള തനിക്ക് നേരെയുള്ള ആ ഭയപ്പെടുത്തലിന്റെ സൂചനയാണ് അർച്ചനയുടെ നാവിൽ നിന്ന് വന്നത് എന്ന് മനസ്സിലാക്കിയതോടെ അവന്തിക പെട്ടെന്ന് അർച്ചനയെ നോക്കി. അതിനുശേഷം നന്ദനോട് പറഞ്ഞു, അല്ല നന്ദേട്ടന് പറയാനുള്ളതൊക്കെ പറയാമല്ലോ, ആദ്യം നന്ദേട്ടൻ വന്നേ, കുറെ നാൾക്ക് ശേഷം കണ്ടതല്ലേ, നന്ദേട്ടൻ ആദ്യം പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് വാ എന്നൊക്കെ പറഞ്ഞു. ഇത് കേട്ട ഉടനെ നന്ദൻ കലിയോടെ അവന്തികയെ നോക്കുന്നു. ഈ സമയത്ത് നന്ദനെ എങ്ങനെ ഇവിടെ നിന്ന് ഒഴിവാക്കും, ഏത് രീതിയിലാണ് നന്ദനെ ഇവിടുന്ന് കൊണ്ടുപോകേണ്ടത് എന്നതിനെ കുറിച്ചായിരുന്നു അവന്തികയുടെ ആലോചന. ഒരു കാരണവശാലും നന്ദൻ തനിക്കെതിരെ നാവ് ചലിപ്പിക്കാൻ പാടില്ല എന്ന ആ തീരുമാനത്തിൽ അവന്തിക അങ്ങനെ മുറുകെ നിൽക്കുമ്പോ ഇനിയും നന്ദൻ അവിടെ നിന്നു കഴിഞ്ഞാൽ സേതുമാധവനോടും തന്റെ സഹോദരങ്ങളോടും സത്യങ്ങൾ നന്ദൻ തുറന്നു പറഞ്ഞേക്കും എന്ന ആശങ്ക അവന്തികയുടെ മനസ്സിനെ അലട്ടുന്നു.